ഒരുപക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സാധാരണ എങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ബോധമുള്ള പലരും ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ ഒന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോഴും അദ്ദേഹം പറയുന്നത് 20 ദിവസം മുമ്പ് ക്ലിയറൻസ് കൊടുക്കണം, പക്ഷേ നോക്കൂ, ഞങ്ങൾ ഈ ശനിയും ഞായറും ഒരു കിഴിവ് കിട്ടുമോ എന്ന് നോക്കുകയാണ്, അതിനുശേഷം സമർപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ നവീകരണവുമായി ബന്ധപ്പെട്ടും അതിന് പിന്നിൽ വലിയ തട്ടിപ്പുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ്. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ, ഇപ്പോഴുയരുന്ന ഈ ദുരൂഹതകൾ സംബന്ധിച്ച വാർത്തകൾ, ഇത് തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെ രേണുക ചൂണ്ടിക്കാണിച്ച പോലെ ആദ്യം മുതലേ നമ്മൾ ഈ വിഷയത്തിൽ സംശയങ്ങൾ, നമ്മൾ ചോദ്യങ്ങളാണ്, നമ്മൾ സംശയങ്ങൾ ചോദ്യ രൂപേണ ഇതിന്റെ സ്പോൺസറോടും അതുപോലെ സർക്കാരിനോടും നമ്മൾ കൃത്യമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും നമുക്ക് കൃത്യമായ ഒരു ഉത്തരം, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മേൽ അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ പലപ്പോഴും ചോദ്യങ്ങൾക്കായിരുന്നു, അദ്ദേഹം നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നതിനായിരുന്നു അന്നൊക്കെ ശ്രമിച്ചിരുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾ ഒന്നും അറിയാതെ സംസാരിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പല മത്സരങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ മത്സരങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേൾഡ് കപ്പ് കവർ ചെയ്തിട്ടുണ്ട്, സൗഹൃദ മത്സരങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഐഡിയ, ഇത് എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ മത്സരം അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുന്ന അടിസ്ഥാനപരമായ ധാരണ നമുക്കുണ്ട്. ഇതിന്റെ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ അന്നും പറയുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആൻഡോ അല്ലെങ്കിൽ സ്പോൺസർ പറഞ്ഞതുപോലെയല്ല, അർജന്റീനയുടെ കാര്യമോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല നമ്മളെ സംബന്ധിച്ച് ഇതായിരുന്നു. ഇത് പ്രോപ്പർ ചാനൽ, ഫിഫയുടെ അനുമതി ഈ മത്സരത്തിന് അല്ലെങ്കിൽ കേരളത്തിൽ നടത്തുന്നതിന് അനുമതി ഉണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അനുമതി, അപ്പം അദ്ദേഹത്തിന്റെ മറുപടി ഞാനിപ്പോൾ ഓർക്കുന്നു, ന്യൂസ് 18 ചാനലിൽ തന്നെയായിരുന്നു, അനുമതി ഇല്ലാതെ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറു ചോദ്യം. ശരി, അങ്ങനെയാണെങ്കിൽ ആരും അനുമതി ഉണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു അർജന്റീന ഫുട്ബോൾ അസോസിയേഷനായിട്ട് ഞങ്ങൾ കരാറിലായിട്ടുണ്ട്. ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇതിന്റെ ഒരു റൂട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്ന് മുതൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2022 വേൾഡ് കപ്പ് അർജന്റീന എടുക്കുന്നു. 2023 ആയപ്പോൾ അവർ ഇന്ത്യയിൽ കളിക്കുന്നതിന് ഒരു സന്നദ്ധത അറിയിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നു. ഇതേ തുടർന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, പക്ഷേ ഇത് അങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും, അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം സംഘടിപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ഘട്ടം വരുന്നു. ഈ സമയത്താണ് നമ്മുടെ കായിക മന്ത്രി രംഗപ്രവേശനം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് ഇത് സംഘടിപ്പിച്ചുകൂടാ? അങ്ങനെ 2023 ഓഗസ്റ്റ് ആണെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് കായിക മന്ത്രി വന്ന് പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ അർജന്റീന ടീം നമ്മളെ സമീപിച്ചിട്ടുണ്ട്, ഈ മത്സരം നടത്താനൊക്കുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ടെന്നുള്ള പ്രഖ്യാപനമാണ്. നമ്മൾ സാധാരണഗതിയിൽ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം. അർജന്റീന ടീം ഇത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടേക്കുവാണ് കേരളത്തിലൊരു മത്സരം എന്ന് വെച്ചാൽ അർജന്റീനയുടെ ആവശ്യമാണ് കേരളത്തിലൊരു മത്സരം കളിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം 2022 കേരളത്തിലെ ആരാധകര് ഉയർത്തിയ ഫ്ലെക്സ് ബോർഡും അത് ഫിഫ ടി ഒക്കെ ചെയ്ത കേരളത്തിലെ ആരാധകരെ കുറിച്ച് ഫിഫയ്ക്ക് ധാരണയുണ്ട്, അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ധാരണയുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു സംഘം പോവുകയാണ് സംസാരിക്കാൻ. അവിടെ പോയി സംസാരിച്ചതിന് ശേഷം അവരെല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് അർജന്റീന ടീം വരുന്നു. അർജന്റീനയിലേക്കല്ല ഇവർ പോയത്, അവരുടെ ഓഫീസുള്ള മാഡ്രിഡിലേക്കാണ്, സ്പെയിനിലെ മാഡ്രിഡിലേക്കാണ് കേരളത്തിന്റെ പ്രതിനിധികൾ പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു സ്പോൺസർ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു ബാങ്കിങ് സ്ഥാപനമായിരുന്നു. മെസ്സി ഇവിടെ വരും, മെസ്സിയും ടീം അർജന്റീന ടീം ഇവിടെ വരും. ഒക്ടോബർ മാസത്തിൽ ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ 20 ദിവസം 10 ദിവസം കേരളത്തിലുണ്ടാകും. ഈ സമയത്ത് ആരാധകർക്ക് മെസ്സിയായിട്ട് സംവദിക്കാനുള്ള അവസരം ഉണ്ടാകും. അദ്ദേഹം കുട്ടികളുമായിട്ട് ഫുട്ബോൾ തട്ടും തുടങ്ങിയ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അതിനുശേഷമാണ് സുപ്രഭാതത്തിൽ കേൾക്കുന്നു, അബ്ദുറഹിമാൻ തന്നെ ഒന്ന് പറയുകയാണ് അവര് വരില്ല, അർജന്റീന ടീം വരില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ അനിശ്ചിതത്വമാണ്. ഈ അനിശ്ചിതത്വത്തിന് ശേഷം വീണ്ടും വെറുതെ പുതിയ സ്പോൺസർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അർജന്റീന ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അപ്പോഴൊക്കെയും ഇവര് വരുമ്പോ 130 കോടിയോ മറ്റോ കരാറിൽ ഏർപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. 130 കോടി രൂപ അയച്ചു കൊടുത്തു എന്നും പറയുന്നു. അതിന് മെസ്സി വരും എന്നും പറഞ്ഞുകൊണ്ട്, ഒരു വരും കിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മളൊക്കെ വെറുതെ മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരും പ്രതിപക്ഷവും ഒക്കെ കൂടി ഇവരെ സംശയത്തിന്റെ നിലനിർത്തുവാണ്. മെസ്സി വരും, അതിനുള്ള എല്ലാ ധാരണയായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയും. വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടുന്നു. അതിനുശേഷമാണ് ഈ സ്പോൺസറുടെ രംഗപ്രവേശം. സ്പോൺസർ 130 കോടി രൂപ അടച്ചു എന്ന് പറയുന്നു. അപ്പോഴും ന്യൂസ് 18 ഒരു ചർച്ചയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ അർജന്റീന അസോസിയേഷനോട് ഒരു കരാറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇത് കരാറിലെ
പല വ്യവസ്ഥകളും ശരിയാണ്, ചിലപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മെസ്സി വരും, അർജന്റീന വരും എന്നല്ല, മെസ്സി ഇല്ലാതെ ഒരു അർജന്റീന ടീമല്ല, മെസ്സി ഇവിടെ വരും എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കുന്നത് ന്യായമായ ക്വസ്റ്റ്യൻ. നമുക്ക് ഫിഫയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പ്ലെയറെ സംബന്ധിച്ച് അയക്ക് വരണമെങ്കിൽ പ്ലേയേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പോലുള്ള ഫിഫയുടെ വളരെ റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു പ്ലെയർ ആണെങ്കിൽ, ഒരു ഇന്റർനാഷണൽ അക്ലൈം ഉള്ള ഒരു പ്ലെയർ ആണെങ്കിൽ, എനിക്ക് ആ മത്സരത്തിൽ അന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മെസ്സിയെ പോലെ സൗഹൃദ മത്സരമാണ്, മെസ്സിയെ പോലെ അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ എനിക്ക് അന്ന് ഞാൻ ഫിറ്റ് അല്ല എന്ന് തോന്നില്ല, അദ്ദേഹത്തിന് വരാതിരിക്കാം. പിന്നെ എങ്ങനെയാണ് അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഒരു കരാറിൽ ഒപ്പിടാൻ പറ്റും? പിന്നെ കരാറിലെ വ്യവസ്ഥകളാണ്, അതൊന്നും അദ്ദേഹം അന്ന് സ്പോൺസർ നമ്മളോട് തട്ടിക്കയറുന്നല്ലാതെ അദ്ദേഹം അതിനൊന്നും കൃത്യമായ മറുപടി, നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴും വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് പ്രഖ്യാപിച്ചപ്പോൾ നമുക്കറിയാം പല ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് നമുക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ ആക്രമണം, നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ട് ചാനലുകളിൽ പോയി സംസാരിക്കും, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വ്യക്തിപരമായിട്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല, വ്യക്തിപരമായിട്ട് നേരിടേണ്ടി വന്നാൽ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പിന്നീട് രാജേഷ് കുമാർ ഈ മെയിൽ അയച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആരോപണം പോലും നമുക്ക് വന്നിട്ടുണ്ട്, തരത്തിലുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നീടാണ് ഇതിന്റെ നമുക്ക് ഇതിന്റെ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ത്രൂ മാത്രമേ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം, ഫിഫ അംഗീകാരമുള്ള ഒരു മത്സരം സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബേസിക് സംഗതി പോലും ഇതിനകത്ത് വിസ്മരിക്കപ്പെടുകയാണ്. നമുക്ക് അങ്ങനെ ഒരു ഇപ്പം സ്വാഭാവികമായിട്ടും അർജന്റീന അങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിന്റെ പ്രോപ്പർ ചാനലിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, അതുപോലെ കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ഉണ്ടാവണം. ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞത് വിസ പ്രോസസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ പോലും സംസാരം ഉണ്ടായി. ഇതൊക്കെ എങ്ങനെ വരുന്നു നമുക്കറിയത്തില്ല. അതിനുശേഷമാണ് ഇപ്പൊ അന്ന് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അന്ന് നമ്മൾ ഫിഫയുടെ അനുമതി ഉണ്ടോ, അന്ന് ഇതില്ലാതെ വരുമോ എന്നുള്ള ഒഴുക്കം മട്ടാണ്. ഇപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആണെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരുന്നു, അയാൾ സ്റ്റേഡിയം പരിശോധിക്കുന്നു, എല്ലാം ഓക്കെ. ഓപ്പോസിഷനെ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ഓപ്പോസിഷന് ഓസ്ട്രേലിയ വരുന്നു എന്ന് സ്പോൺസർ പ്രഖ്യാപിക്കുകയാണ്. ഇപ്പം അർജന്റീനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ആൾക്കാർ ഗ്രൗണ്ട് പരിശോധിച്ചതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ഇവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അവരോട് ചോദിച്ചപ്പോൾ ഒരു അസോസിയേഷൻ ഒരു പ്രൈവറ്റ് ചാറ്റിൽ ചോദിച്ചപ്പോൾ ഇവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള പറ്റിക്കല്, നിങ്ങൾക്കറിയാമോ കോഴിക്കോടെ കുട്ടികൾ, ഈ പ്രഖ്യാപനം വന്നപ്പോൾ കോഴിക്കോട്ടിലെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികളായ കുട്ടികൾ അവിടെ ലഡു വിതരണം, മെസ്സിയുടെ അല്ലെങ്കിൽ അർജന്റീന ജേഴ്സി ഇട്ട് ലഡു വിതരണം നടത്തി. 10, 100, 200 കുട്ടികൾ. അത്രത്തോളം ആഘോഷം. അല്ലെങ്കിൽ കടപ്പുറത്ത് മെസ്സിയുടെ ചിത്രം, മണൽ ശില്പം ഒരുക്കുന്നു. ഇങ്ങനെ എത്രത്തോളം ആഹ്ലാദത്തോടെയും അവരുടെ ഒക്കെ ഒരു വികാരത്തെ ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ട് പറ്റിക്കുന്ന ഇടപാടല്ലാണ്. ഞാൻ പിന്നെ ഇത് അഴിമതി വശത്തേക്ക് ഒന്നും പോകുന്നില്ല. എന്നിട്ട് അഴിമതിയുടെ വശത്തേക്ക് പറഞ്ഞാൽ നമ്മളിപ്പോ കഴിഞ്ഞ കുറെ നാളുകളുടെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതികളെ കുറിച്ച് നമ്മൾ പറയുന്നു. ഈ കായികം നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കായിക വകുപ്പിന് പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ കായിക വകുപ്പിന് തന്നെ പോർട്ട്ഫോളിയോ ഒരു മന്ത്രി ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കായിക വകുപ്പിൽ എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ 2 ടേമായി നമുക്ക് ധാരാളമായിട്ട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ മന്ത്രി വന്നതിന് ശേഷം, ഈ കായിക വകുപ്പ് വന്നതിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച്. എന്തൊക്കെ ഗോൾ ഇല്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നതിന് 50 ലക്ഷം രൂപ. സ്പോർട്സ് സമിറ്റ് എനിക്കറിയായിരിക്കും. സ്പോർട്സ് സമിറ്റ് എന്നൊരു വലിയ, അതായത് സ്പോർട്സ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയൊരു മാമാങ്കം ഇവിടെ നടത്തുകയുണ്ടായി. ഏതാണ്ട് 3-4 കോടി രൂപയോളമാണ് ആ സമിറ്റിന് ചെലവായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് സിംഗിൾ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ SLK പോലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ മീരാൻ ഗ്രൂപ്പ് പോലുള്ള ആൾക്കാർ അതിപ്പം ഈ ഇൻവെസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവർ ഇൻവെസ്റ്റ് ചെയ്തോളും. ഓൾറെഡി അവരുടെ പല കാര്യങ്ങളും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ എത്ര പേര് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടു, എത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതിലെ പൈസ മുഴുവൻ തീർന്നു. അതുപോലെ തന്നെ ഇപ്പം ടെൻഡറിന്റെ കാര്യം എനിക്ക് തമാശയാ തോന്നുന്നത്. ഇതിന് കരാറുണ്ടോ എന്ന് ചോദിച്ചപ്പം രേണുക്കറിയോ, ഈ സ്പോർട്സ് സമിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ GV രാജ സ്കൂളില് പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അത്ലറ്റുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കരാർ ഏൽപ്പിച്ചേക്കുന്നത് ടെൻഡർ നടപടികൾ ഇല്ലാതെ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സംഭവം, ടെൻഡർ നടപടി. അപ്പൊ അതുകൊണ്ട് തന്നെ ടെൻഡർ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു വെറും ടെൻഡറോ അല്ലെ കരാറിൽ ഒപ്പിടുക എന്നൊക്കെ പറയുന്നത് വെറും ഇദ്ദേഹത്തിന് അതൊന്നും എന്താ പറയണ്ടേ, അതൊന്നും അത്ര സജീവം പരിഗണിക്കേണ്ട വിഷയമേ അല്ലെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഇനിയും അവ്യക്തമായി തുടരുകയാണ്. ഇപ്പോൾ ഈ കരാർ എന്താണ്? GCDAയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ സ്പോൺസറെ തന്നെ ഏൽപ്പിച്ചതിൽ ഏത് വ്യവസ്ഥയിലാണ്, എന്താണ് കരാർ തുടങ്ങി നിരവധി സംശയങ്ങളുണ്ട്. ഈ
തുക വലിയ തുകയാണ് ഞങ്ങൾ ചെലവാക്കുന്നത്, അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്ക്, നടക്കാത്ത കളിയുടെ ടിക്കറ്റ് നിരക്ക് വലിയ ഉയർന്നതായിരിക്കും എന്നൊരു പ്രഖ്യാപനം നേരത്തെ തന്നെ വന്നതാണ്. അതിലൂടെ ഈ നഷ്ടം നികത്തും എന്നതായിരുന്നു ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നത്. ഇനി അത് നടക്കാതെ വന്നാൽ ആ നഷ്ടം അവർ എങ്ങനെയാണ് നികത്താൻ പോകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ്. അവിടെയാണ് ഇതിൽ ഉടമസ്ഥാവകാശം വേണം എന്ന തരത്തിൽ ഈ സ്പോൺസർ തന്നെ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്ന വാർത്ത വരുന്നത്. GCDAയ്ക്കും ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ വലിയ വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇത്തരം സംശയങ്ങൾ ധാരാളം വരുമ്പോൾ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകും. അങ്ങനെ ചോദിക്കുന്നവരോട് എന്താണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് എന്നത് കൂടി ഒന്ന് കേൾക്കാം. ഫിഫയിൽ ഇത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിൽ അയച്ചിട്ടാണ്. അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജൻറ്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു, പരിശോധിച്ചു, അവർ സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യം ഇവിടുന്ന് ഇഷ്ടം നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എൻ്റെ. ഈ പറയുമ്പോൾ നീ ഒരു കാര്യം അറിയും, നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. അപ്പോൾ കൂടുതൽ ചോദ്യം ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കും മിനിസ്റ്റർ മറുപടി പറയുക, അതല്ല പണി എന്നതാണ് മിനിസ്റ്ററുടെ ധാരണ. ശ്രീ മാത്യു പറഞ്ഞു പൂർത്തിയാക്കിയോ? അതായത് ഇപ്പൊ മാധ്യമപ്രവർത്തകർ നമ്മൾ നിരന്തരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. മാധ്യമപ്രവർത്തകർക്ക് മന്ത്രിയുടെ അതേ ഭാഷയിൽ മറുപടി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. നമ്മൾ അദ്ദേഹം അപ്പൊ നമ്മുടെ സംസ്കാരവും അദ്ദേഹത്തിന്റെ സംസ്കാരവും ഒരുപോലെ ആയി പോകും എന്നുള്ളത് കൂടി ആ കാര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്ത് ഇപ്പൊ ഇവിടെ ഈ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഈ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവവികാസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഘാനയിലും അതുപോലെ ഇന്തോനേഷ്യയിലും ഒക്കെ. അവിടെ ലിവർപൂളും ഇന്തോനേഷ്യയിലും ടീമും തമ്മിൽ എന്ന് വെച്ചാൽ ഇവിടെ തട്ടിപ്പാണെന്നുള്ള കാര്യം ഞാനിപ്പോ 100% പറയുന്നില്ല, എങ്കിൽ പോലും ഈ കൂട്ടത്തിൽ ചേർക്കാൻ ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ലിവർപൂളും ഇന്തോനേഷ്യയിലെ ഒരു ടീമും തമ്മിൽ മത്സരം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ നടത്തി കോടികൾ സമ്പാദിച്ച ഒരു ചരിത്രം പണ്ട് എപ്പോഴോ വായിച്ചു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഘാനയിലെ റയൽ മാഡ്രിഡും മറ്റേതൊരു പ്രധാനപ്പെട്ട ടീമും തമ്മിലുള്ള മത്സരം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തട്ടിപ്പ് സംഘം ഇതുപോലെ നടത്തിയതുണ്ട്. എന്ന് വെച്ചാൽ അത് തട്ടിപ്പാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യാന്തര തലത്തിൽ നടന്നിട്ടുണ്ടെന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. ശരി.